ടെലിഗ്രാൻസ് നമുക്ക് ഓഫറിൻ്റെ ചുരിദാർ വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം വരുന്ന ഓർഗൻസ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഐറ്റം ആട്ടോ. ഇത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റും ഉണ്ട്. കളർ ശരിക്കും നമുക്കൊരു ഗ്രീനാണ് നേരിട്ട് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു പ്രിൻറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടെ ക്യാമറയിൽ വരുമ്പോഴത്തേനും നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് പോലെ തോന്നിക്കും. ചെറിയ വേരിയേഷൻ ഉണ്ട്, അത് മനസ്സിൽ കണക്കൂട്ടി എടുക്കാവുള്ളൂ. നല്ല കളറാട്ടോ, നേരിട്ട് കാണാൻ കുറച്ച് നല്ല ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതാണ് ദുപ്പട്ട. ഓർഗൻസ തന്നെ കൂടിയ ഫാബ്രിക് ആട്ടോ, ഭയങ്കര അങ്ങ് ഓവർ പറന്ന് നിൽക്കുന്ന സൈസല്ല, ഇത്രയൊക്കെ കിടക്കുന്ന പോലെ ഭയങ്കര ഒതുങ്ങിയല്ല, ഇതുപോലെയാണ് കിടക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്, കൂടിയ ഫാബ്രിക് ആട്ടോ. അതിൽ ഫുള്ള് പ്രിൻറ്റും ഉണ്ട്, ടോപ്പിലും ഉണ്ട് പ്രിൻറ്റും ഉണ്ട്, ഹാൻഡ് വർക്കും ഉണ്ട്. നോർമലി വരുന്ന പോലെ യോക്കിൽ മാത്രമായിട്ടല്ല, ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കളർ മാത്രം ഒന്ന് മനസ്സിൽ വെച്ചോണേ, ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഗ്രീൻ്റെ ഒരു ഷെയ്ഡായിട്ടേ കണക്ക് കൂട്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ കളർ വെച്ച് ഏകദേശം നോക്കും. പിന്നെ നമ്പർ വരുന്നത് U880. നമുക്കിത് പ്രൈസ് വന്നിരുന്നത് 1900 റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റം ആട്ടോ. നമുക്ക് ഓഫർ പ്രൈസ് 990 രൂപയുള്ളൂ. 999. ഇത് വരുന്നത് സാറ്റിൻ കോട്ടൺ ആട്ടോ ഫാബ്രിക്. ഏകദേശം നമ്മുടെ സെമി മൊഡാലിലൊക്കെ വന്നില്ലേ, സോഫ്റ്റ് മൊഡാൽ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. കളർ നല്ലൊരു ബ്രൈറ്റർ യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ്റെ കോമ്പിനേഷൻ. കളർ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കും, പക്ഷെ നല്ല കളറാട്ടോ. ഇതൊരു നോർമൽ യെല്ലോ അല്ല, എവിടെ ഇങ്ങനെ ഡബിൾ ടോണിൽ എവിടെയോ ഒരു ഓറഞ്ച് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഓറഞ്ച് അല്ല കേട്ടോ, യെല്ലോ തന്നെ കുറച്ച് ഡാർക്കറാന്നുള്ളതേ ഉള്ളൂ. കോമ്പിനേഷൻ നല്ലതാണ്. എന്തായാലും മൊത്തത്തിൽ കാണാൻ തന്നെ നല്ല രസമുള്ളൊരു സെറ്റാണ്. ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അജ്രക്കിൻ്റെ ഒരു കുഞ്ഞ് ബോർഡർ യോക്കിലായിട്ട്, ഒരു കുഞ്ഞ് സിഗ്സാഗ് അല്ല, ടെമ്പിൾ ബോർഡർ പോലത്തെ ഡിസൈൻ കുഞ്ഞായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. സെപ്പറേറ്റേ വാഷ് ചെയ്യാവുള്ളൂ. ഇത് കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക് ആണതുകൊണ്ട് സെപ്പറേറ്റ് മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ. ഒറിജിനൽ ഡൈയിങ് ആണ്, നമുക്ക് അതിൻ്റെ സ്മെല്ല് മനസ്സിലാവും. നമ്മുടെ ഇൻഡിഗോയുടെ ടൈപ്പൊക്കെ ഡൈയിങ് ആണ് വരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് മാത്രം വാഷ് ചെയ്യുക. മൊത്തത്തിൽ എടുത്ത് എല്ലാം കൂടി എടുത്ത് മുക്കരുത് കേട്ടോ. ശക്കല ഒന്ന് വാഷ് ചെയ്യുന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യണം. ഇതാണ് ബോട്ടം വരുന്നത്, അതും പ്യുവർ കോട്ടൺ തന്നെ. ടോപ്പിന് മെറ്റീരിയൽ സാറ്റിൻ കോട്ടൺ ആട്ടോ. നമ്പർ AB 360, റേറ്റ് 1300 ആയിരുന്നു. ഓഫർ പ്രൈസ് വരുന്നത് 980 രൂപയുള്ളൂ. 980. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാട്ടോ. ഇതും നല്ലൊരു ബ്ലൂ കളർ, നോർമൽ ബ്ലൂവിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പേസ്റ്റലിൻ്റെയൊക്കെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എന്ന് പറയാം. കോട്ട ഫാബ്രിക്, ചെക്ക് കോട്ട ഫാബ്രിക്കിൻ്റെ ഫുള്ള് ദുപ്പട്ട ഭയങ്കര രസമാണ് കാണാൻ. മൊത്തം വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ അതും ഫുള്ളായിട്ട് ആ ത്രെഡ് വർക്ക് വരും. താഴത്തെ ബോർഡറായത്. ബോട്ടം വരുന്ന സാറ്റിൻ അല്ല, സെമി സിൽക്കിൽ തന്നെ ആ ഒരു സാറ്റിൻ ബ്ലെൻഡഡ് ഫാബ്രിക് എന്ന് പറയും, കട്ടിയുള്ള സൈസ് മെറ്റീരിയൽ. ടോപ്പ് ഇതാ ഇതുപോലെയാണ് കേട്ടോ, നെറ്റ് കോട്ടയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് Y347, 1240 ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് 940 രൂപയുള്ളൂ. 940. വരുന്നത് സെമി മൊഡാൽ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്തായാലും ഒന്നിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഏത് നേരം എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പിന്നെയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. വേണമെങ്കിൽ ശകലം സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ പിന്നെ അതിന് യൂസ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല, കുറച്ചൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ലൈനിങ് ഇട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട സെയിം ഫാബ്രിക്, പക്ഷേ എനിക്കൊന്ന് അതേ പ്രിൻറ്റ് വന്നേക്കുന്നത് കുറച്ചുകൂടെ കട്ടിയുണ്ട്. നമ്മുടെ സെമി മോഡലിൽ തന്നെ ആ വരുന്ന കാറ്റഗറിപ്പെട്ട ഐറ്റം തന്നെയാണ്. ചെറിയ ചെറിയ വേരിയേഷനിലാക്കും ഇങ്ങനത്തെ മോഡൽ വരുന്നത്. ദുപ്പട്ടയുടെ ബോർഡറിലും സെയിം ഡിസൈൻ. ഇതും താഴെ തന്നെയാട്ടോ വരുന്നത്. കളറ് രാമ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അത് ഭയങ്കര ബ്ലൂ ആയിരിക്കും, ശരിക്കും ഗ്രീനിഷ് ബ്ലൂ കളറാണ്. നമ്പർ ഇതേ വന്ന് ഒട്ടിയിരിക്കുമായിരുന്നു. നമ്പർ Y559, 1200 ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 890 രൂപയുള്ളൂ. 899. അടുത്ത് നല്ല സെറ്റാട്ടോ, നല്ലൊരു പിങ്കിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതിൽ നല്ല ഹെവി ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. കോട്ട ഫാബ്രിക്, നമ്മുടെ നെറ്റ് കോട്ടയുടെ തന്നെ കൂടിയ മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ഫുള്ള് വർക്ക്. ദുപ്പട്ടയ്ക്കകത്തും ഫുൾ പ്രിൻറ്റും ഉണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്. ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം റേഞ്ചുള്ള ഐറ്റമാണ്. കാരണം അതിൻ്റെ ഫിനിഷിങ്ങും ആ ഒരു മെറ്റീരിയലും വർക്കും ഒക്കെ യൂസ് ചെയ്തേക്കുന്ന എല്ലാം പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസാണ്. ഫ്രണ്ടിലത്തെ വർക്ക് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്പർ AB 804, 2780 ആയിരുന്നു. നമുക്കിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയുള്ളൂ. 2000. ഇതും നെറ്റ് കോട്ടയുടെ തന്നെ ഒത്തിരി റേറ്റ് വരാത്ത മോഡലാണ്. പക്ഷേ ഈ സെയിം തന്നെ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, 3000 റേഞ്ചിലൊക്കെ വരുന്ന പോലെ നമ്മൾ കൂടിയതിനകത്തും ചെയ്തിട്ടുണ്ട്. ആ സെയിം തന്നെ എടുത്തിട്ട് റേറ്റ് കുറഞ്ഞ ഫാബ്രിക് ചെയ്ത്. റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള സൈസ് ആ ഒരു നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കാണ്. ഇത് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയാൽ ഭയങ്കര റീസണബിൾ ആണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ അകത്ത് റെഡ് കോമ്പിനേഷനിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ വരുന്നത് Y623, 1000 റേഞ്ച് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 799, 799. നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്യോർ പശ്മീന മെറ്റീരിയൽ ആട്ടോ. അതായത് ദുപ്പട്ടയും ടോപ്പ് ബോട്ടം എല്ലാം പശ്മീന ഫാബ്രിക്കാണ്. ഒറിജിനൽ പശ്മീന ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. ടോപ്പിനും ബോട്ടത്തിനൂടെ
ഇൻക്ലൂഡ് ആയിട്ട് മൊത്തത്തിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടോപ്പ് ആക്കാം, മാർക്കെങ്കിലും കൊടുക്കണതിലാണെങ്കിലും കൊടുക്കാം കേട്ടോ. കാരണം അത്രയും നല്ല ഫാബ്രിക്, കൂടിയ മെറ്റീരിയൽ അത് ശരിക്കും. അപ്പോൾ ഇത് ബോട്ടം കൂടെ അത് തന്നെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്ത് പറഞ്ഞാണ് ബോട്ടം തയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ദുപ്പട്ട. കുറച്ച് ലൈറ്റ് വെയിറ്റാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ. സെയിം പശ്മീന തന്നെ. പശ്മീനയുടെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ മെറ്റീരിയൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും അറിയാൻ പറ്റും. കുറഞ്ഞതും വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എല്ലാ മെറ്റീരിയലും കൂടിയതും കുറഞ്ഞതും ഇറങ്ങാറുണ്ട്. ഇത് അത്യാവശ്യം പ്രീമിയം റേഞ്ചിൽപ്പെട്ട പശ്മീന മെറ്റീരിയലാണ്. അതിൻ്റേതായ സോഫ്റ്റ്നെസ് നമുക്ക് ഇടുമ്പോൾ ഉള്ള ആ ഒരു കാണാനുള്ളൊരു വ്യത്യാസമൊക്കെ ഇതിനുണ്ടാവും. ഇത് ശരിക്കും ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിൽ ഇതുപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം സെയിം തന്നെ. ഇതിൻ്റെ നമ്പർ വരുന്നത് Y478. ഇപ്പോൾ 2800 സംതിങ് റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റമാണ്. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 1980 ആണ്. 1980. ലാസ്റ്റ് വൺ വരുന്നത് പ്യോർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്. ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡ് പ്രിൻ്റ് അല്ല കേട്ടോ, ഇത് ഫുള്ള് ത്രെഡ് വർക്കാണ്. നമ്മുടെ കാതാവക്കിൻ്റെ ഹാൻഡ് വർക്കാണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. അതൊരു ലീഫ് പാറ്റേണിലാട്ടോ ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള ഐറ്റം. പ്യോർ കോട്ടണൊക്കെ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര അടിപൊളി ഒരു വെറൈറ്റി ലുക്കിലുള്ള ഒരു ഐറ്റം. പിന്നെ ദുപ്പട്ട വരുന്നത് പ്രിൻ്റ് ആട്ടോ. കണ്ടാൽ നമുക്ക് ത്രെഡ് പോലെ തോന്നിക്കും, പ്രിൻ്റാണ്. എല്ലാം നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത്. ബോട്ടം ഓൾസോ കോട്ടൺ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെഡ് കോമ്പിനേഷനിലുള്ള ചെറിയ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കാണുന്ന ഇതെല്ലാം ഹാൻഡ് വർക്കാണ്, ത്രെഡിൻ്റെ ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്, പ്രിൻ്റ് അല്ല കേട്ടോ. നമ്പർ വരുന്നത് AB 814. 1860 നമുക്കിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 1490 ആണ്. 1490.